നമസ്കാരം. വെൽക്കം ടു രേഷ്മാസ് ഹാപ്പി ലാൻഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ കേരള സ്റ്റൈൽ നാടൻ തലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ പ്രവാസികളായ ആൾക്കാർക്ക് ഈ ഒരു തലക്കറിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണിത്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ റെസിപ്പി ഇഷ്ടമായവർ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തലക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തലക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മീനിൻ്റെ തല വെച്ചിട്ടാണ്. ഇത് വേളാപ്പാര എന്ന് പറയുന്ന മീനാണ്. ഇവിടെ വീക്കെൻഡിലാണ് പോയി മീൻ വാങ്ങാറുള്ളത്. അപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മീനായിരുന്നു. പിന്നെ അതിൻ്റെ തലയ്ക്ക് അത്യാവശ്യം നല്ല സൈസുള്ളത് കാരണം അത് വെച്ചിട്ടൊരു തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ചികിളപ്പൂക്കളൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തലക്കറി ആക്കുന്നതെന്ന് നോക്കാം. ഇതൊരു നാടൻ സ്റ്റൈൽ കറി ആയതുകൊണ്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന എണ്ണയെന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ഇവിടെ തണുപ്പ് മാറി ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ തണുപ്പ് കാലം ആകുമ്പോൾ ഈ എണ്ണ നന്നായിട്ട് കട്ടി പിടിക്കും. അപ്പോൾ അത് കാരണം അത് മാറി വരുന്നതേ ഉള്ളൂ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇവിടെ കടുക് ചേർക്കുന്നുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്ക് 2-3 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് സവാള വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ കളറിൽ ആ സവാള വഴന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് കളർ ചേഞ്ചായി കിട്ടിയ ശേഷം നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഇല്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു മസാലയുടെയൊക്കെ മണമില്ലേ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സൈസ് തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്, നല്ല പുളിയുള്ള തക്കാളി. അപ്പം ഞാൻ ഇവിടെ ഒരു വലിയ സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഈ ഒരു പച്ചമുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ ഉണ്ടമുളകും മണമുള്ള മുളകും എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല.
അപ്പോൾ നല്ല മണവും നല്ല എരിവുമാണ് ഈ ഒരു മുളകിന്. അപ്പോൾ മീൻകറിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല മണമാണ്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഈ തക്കാളിയും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു കറി വെച്ചാലും മസാലയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റായി പോവും. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് തക്കാളിയൊക്കെ വേവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ ആ ഒരു എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ തക്കാളി ഒന്ന് ആ ഒരു തവി വെച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. പിന്നെ നമുക്കിവിടെ ചേർക്കേണ്ടത് കുറച്ച് പുളിവെള്ളമാണ്. കുടംപുളി ഇല്ലേ, അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കറി വെച്ചപ്പോൾ കുറച്ച് പുളി കൂടുതലായിട്ട് നിന്നു. അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ നന്നായിട്ട് കറക്റ്റ് നോക്കി ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മസാല, ഈ പുളിവെള്ളം ഒഴിച്ചില്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ ഒഴിച്ച ആ ഒരു മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മീൻ തല ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല നന്നായിട്ട് ആ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ആ ഒരു ചെകിളപ്പൂക്കളൊക്കെ ഉള്ളൊരു ഭാഗം നന്നായിട്ടൊന്ന് വിടർത്തിയിട്ട് അതിനകത്തേക്കും മസാല ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അതിനകത്തൊന്നും മസാല പിടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ മറ്റേ സൈഡും നമുക്ക് തിരിച്ചിട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തലക്കറി വയ്ക്കുമ്പോൾ തല മാത്രം ഇതുപോലെ ഇട്ടാണ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ കുറച്ച് മീനിൻ്റെ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെക്കുമ്പോൾ തല മാത്രമായിട്ട് ഇട്ട് വെച്ചാൽ മതി. ഞാനിത് വെറുതെ ഒന്ന് 2-3 കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു മീനൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേവാൻ വേണ്ടി കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കരുത്, അതിൽ നിന്ന് തന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഇവിടെ ഞാൻ എന്താ വീണ്ടും ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വേവാൻ വേണ്ടി നമുക്ക് തലയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടി വേവാൻ വേണ്ടി കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതാ ഇവിടെ തല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറി ഒന്ന് വറ്റി കിട്ടണം. വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രത്യേകം സൂക്ഷിക്കുക, നമ്മുടെ തല അടി പിടിച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറേശ്ശെയായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഉപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ. കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തലക്കറി ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്.
നമ്മുടെ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.